ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നവംബർ 18-ലേതാണ്. ഓക്കെ, അതിനു മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഈ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് ഉപകാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. കാരണം നിങ്ങളുടെ ഈ ലൈക്കും കമൻറ്റും ഒക്കെയാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ, അതായത് എനിക്ക് ക്ലാസ് എടുക്കാനുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള ഏത് രാജ്യത്തിന്റെ പ്രമേയത്തിലാണ് UN സുരക്ഷാ സമിതി അംഗീകാരം നൽകിയത്? അമേരിക്ക. ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള ഏത് രാജ്യത്തിന്റെ പ്രമേയത്തിലാണ് UN സുരക്ഷാ സമിതി അംഗീകാരം നൽകിയത്? അമേരിക്ക. ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവെക്കാനുള്ള സംവിധാനത്തിനായി അവതരിപ്പിച്ച ആപ്പാണ് ആധാർ. ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവെക്കാനുള്ള സംവിധാനത്തിനായി അവതരിപ്പിച്ച ആപ്പാണ് ആധാർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഏത് തോക്കുകളാണ് കേരള പോലീസ് വാങ്ങാൻ പോകുന്നത്? AK-203. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഏത് തോക്കുകളാണ് കേരള പോലീസ് വാങ്ങാൻ പോകുന്നത്? AK-203. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം ക്യുറസാവോ. ഏതാണ്? 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം ക്യുറസാവോ. 2025 നവംബറിൽ LPG ഇറക്കുമതി ചെയ്യുന്നതിനായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്? അമേരിക്ക. 2025 നവംബറിൽ LPG ഇറക്കുമതി ചെയ്യുന്നതിനായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത് എന്ന് ചോദിച്ചാൽ അമേരിക്ക. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഗാസയിൽ രാജ്യാന്തര സേനയെ നിയോഗിക്കാനുള്ള ഏത് രാജ്യത്തിന്റെ പ്രമേയത്തിലാണ് UN സുരക്ഷാ സമിതി അംഗീകാരം നൽകിയത്? അമേരിക്ക. ആധാർ വിവരങ്ങൾ സുരക്ഷിതമായി പങ്കുവെക്കാനുള്ള സംവിധാനത്തിനായി അവതരിപ്പിച്ച ആപ്പാണ് ആധാർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന ഏത് തോക്കുകളാണ് കേരള പോലീസ് വാങ്ങാൻ പോകുന്നത്? AK-203. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യം ക്യുറസാവോ. 2025 നവംബറിൽ LPG ഇറക്കുമതി ചെയ്യാനായിട്ട് ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്? അമേരിക്ക. ഓക്കെ, അടുത്തത് ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമം 2023, അതായത് DPDP. ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ന്യൂഡൽഹി. ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമം 2023 അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ DPBI ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ഉപയോക്തൃ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് AI ടാസ്കിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് പ്രൈവറ്റ് AI കമ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഉപയോക്തൃ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് AI ടാസ്കിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് പ്രൈവറ്റ് AI കമ്പ്യൂട്ട് എന്ന് പറയുന്നത്. എന്താണ് പ്രൈവറ്റ് AI കമ്പ്യൂട്ട്? ഉപയോക്തൃ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് AI ടാസ്കിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച ക്ലൗഡ് പ്ലാറ്റ്ഫോം. ആരാ അവതരിപ്പിച്ചത്? ഗൂഗിൾ ആണ്. ഇത് എന്താണ് അറിയപ്പെടുന്നത്? പ്രൈവറ്റ് AI കമ്പ്യൂട്ട് എന്നുള്ളതാണ്. IBSF ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അനുപമ രാമചന്ദ്രനാണ്. IBSF ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അനുപമ രാമചന്ദ്രൻ. അനുപമ രാമചന്ദ്രനാണ് IBSF ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ഓക്കെ, എത്രാമത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് 2025 നവംബറിൽ നടക്കുന്നത്? എത്രാമത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് 2025 നവംബറിൽ നടക്കുന്നത്? 56-മത്തെ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷകരായ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി പ്രജ്വല. എന്താണ് പ്രജ്വല? സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷകരായ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണ്
പ്രജ്വല എന്ന് പറയുന്നത്. ഒന്നുകൂടെ നോക്കി നോക്കിയാലോ. ഡിജിറ്റൽ വ്യക്തിഗത വിവര സംരക്ഷണ നിയമം 2023 അടിസ്ഥാനത്തിൽ രൂപീകൃതമായ ഡാറ്റ പ്രൊട്ടക്ഷൻ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയായിരുന്നു? ന്യൂഡൽഹിയാണ്. ഉപയോക്തൃ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് AI ടാസ്കിംഗ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ ഗൂഗിൾ അവതരിപ്പിച്ച ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ് പ്രൈവറ്റ് AI കമ്പ്യൂട്ട്. IBSF ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് അനുപമ രാമചന്ദ്രൻ. IBSF ലോക സ്നൂക്കർ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത അനുപമ രാമചന്ദ്രൻ. എത്രാമത്തെ ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയാണ് 2025 നവംബറിൽ നടക്കാൻ പോകുന്നത്? 56ാമത്തെ. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന തൊഴിൽ അന്വേഷകരായ യുവജനങ്ങൾക്കായി കേരള സർക്കാർ ആരംഭിച്ച കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയാണ് പ്രജ്വല എന്ന് പറയുന്നത്. അടുത്തത്, സംസ്ഥാനത്ത് ക്രൂസ് സീസണിന് തുടക്കമിട്ട് നവംബറിൽ കൊച്ചിയിലെത്തിയ ആദ്യ ആഡംബര അന്താരാഷ്ട്ര കപ്പൽ MV വേൾഡ് ഒഡീസി. സംസ്ഥാനത്ത് ക്രൂസ് സീസണിന് തുടക്കമിട്ട് നവംബറിൽ കൊച്ചിയിലെത്തിയ ആദ്യ ആഡംബര അന്താരാഷ്ട്ര കപ്പലാണ് MV വേൾഡ് ഒഡീസി എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ക്രൂസ് സീസണിന് തുടക്കമിട്ട് നവംബറിൽ കൊച്ചിയിലെത്തിയ ആദ്യ ആഡംബര അന്താരാഷ്ട്ര കപ്പലാണ് MV വേൾഡ് ഒഡീസി. വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ അറ്റ് സീ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള യാത്രാ കപ്പലാണിത്. വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ അറ്റ് സീ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള യാത്രാ കപ്പലാണ് MV വേൾഡ് ഒഡീസി എന്ന് പറയുന്നത്. പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സംസ്ഥാനത്ത് ക്രൂസ് സീസണിന് തുടക്കമിട്ട് നവംബറിൽ കൊച്ചിയിലെത്തിയ എവിടെ എത്തിയ? കൊച്ചിയിലെത്തിയ ആദ്യ ആഡംബര അന്താരാഷ്ട്ര കപ്പലാണ് MV വേൾഡ് ഒഡീസി എന്ന് പറയുന്നത്. വിദ്യാർത്ഥികൾക്ക് സെമസ്റ്റർ അറ്റ് സീ പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള യാത്രാ കപ്പലാണിത്. പട്ടികജാതി നഗറുകളിലെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഐശ്വര്യ ഗ്രാമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കാനായിട്ടുള്ളത്. ഇത് നന്നായിട്ട് കേട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ 11:30 ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിൽ എന്തുണ്ടാവും, അതിൻ്റെ പോൾ എക്സാം ഉണ്ടായിരിക്കും, അത് പോയി അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.